നമ്മൾ മലയുടെയും കുന്നിൻ്റെയും മുകളിലെത്തി. ഇവിടെ നടന്നാണ് എത്തിയത് നമ്മൾ. അപ്പോൾ ഇവിടെ ഫുള്ള് കോട ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് ഐ ലവ് കൊടൈക്കനാൽ. ഇതാദ്യം ചെയ്യുന്നത് UAE ആണെന്നാണ് എൻ്റെ ബലമായ സംശയം. ഐ ലവ് ദുബൈ ആണ് ആദ്യം ചെയ്യുന്നത്. ഫൈനലി നമ്മൾ റീച്ച് പില്ലർ റോക്ക്. ഓക്കെ. അയ്യോ ഒരുപാട് നടന്നെത്തി കേട്ടോ. ഇവിടെ ഞാൻ നടന്നതെന്നില്ല, എനിക്കറിയത്തില്ല. എൻ്റെ കാലൊക്കെ നടക്കണം വിറയ്ക്കുന്നു. ഞാൻ ഇന്ന് ജുമയ്ക്ക് പള്ളിയിൽ പോയിരുന്നിട്ട് മുട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ എണീറ്റപ്പോഴത്തേക്കും എനിക്ക് മുട്ടിന് രണ്ട് ഭയങ്കര വേദന. എനിക്കൊന്ന് ചിരട്ടൊക്കെ തേയ്മാനം സംഭവിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ പോയാൽ. വൺ വേ I don't think so they would allow you. Checkpost is there over there. Okay. Try yourself. Okay. That pillar rock. Pillar rock, Una Cave, Okay. Moir Point, everything over there. That's it. Just 1 kilometer away from here. 1 kilometer. Yeah. Okay. I will go that way. Take care. Okay, thank you. God bless you. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഇത് ഏതാ സ്ഥലം? ഗേറ്റ് ഓപ്പൺ 62. ഇതാണ് കേട്ടോ ഗേറ്റ് ഓപ്പൺ. ഇത് സൂസൈഡ് പോയിന്റ് ആണ് കേട്ടോ. ഓ മൈ ഗോഡ്. അണ്ണാ இந்த பக்கம் தானே സൂസൈഡ് പോയിന്റ്? 2 minutes. ഹലോ അസ്സലാമലൈക്കും. ഇവിടുത്തെ അല്ലേ നമ്മുടെ ഇബ്രാഹിം ചേട്ടൻ. ചേട്ടനോടെ കടയാ. ആ ഓക്കെ ഞാനൊന്ന് തിരിച്ചു വരട്ടെ. ഓക്കെ താങ്ക് യു. അങ്ങനെ നേരത്തെ കണ്ട ഇബ്രാഹിം ഇക്കാണ് കേട്ടോ. ഇക്കായം കണ്ട് തൗഫീഖ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചു കേട്ടോ. ഇവിടെ 2 മിനിറ്റ് നടക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഹണി, കമ്മൽ, മാലാസ്, ബൊമ്മ, ബജ് കട. ഓക്കെ ഇതുവഴി നമുക്ക് നേരെ പോകണം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. എല്ലാം ഇവിടുത്തെ ലോക്കൽസ് ആളുകൾ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഷോപ്പ് ആയിരിക്കാം, അങ്ങനെ തന്നെ വരെ ആയിരിക്കും. ഇതാ വരാം തിരിച്ചു വരാം. ഓക്കെ അങ്ങനെ നമ്മൾ എത്തിയെന്നാണ് തോന്നുന്നത്. ഇവിടെ കേട്ടോ കിസാൻ അയച്ചിട്ടേക്കാം. ഓക്കെ നമ്മൾ സൂയിസൈഡ് പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഞാൻ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഓ മൈ ഗാഡ്, ക്യാമറയാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ചാടി വരുന്നത് എൻ്റെ അളിയാ. കൊരങ്ങനെ കണ്ടില്ലേ? എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസം കാണാൻ. വണ്ടർഫുൾ. നല്ല രസമുണ്ട് കേട്ടോ. ഈ കുരങ്ങന്മാരെ ഡേഞ്ചറാണ്, ഇമാർ പ്രശ്നമാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇതിനപ്പുറം ഒന്നും പോകാൻ പറ്റത്തില്ല, എല്ലാം ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കണം. പോയിട്ടും കാര്യമൊന്നുമില്ല, പോയാൽ മരിക്കും. അങ്ങനെ നമ്മളതിൻ്റെ ടോപ്പിലെത്തി. ഗ്രീൻ വാലി വ്യൂ എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ ഇതാണ് സംഭവം. കുരങ്ങന്മാരെ പേടിയാട്ടോ എനിക്ക്. വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇതേപോലത്തേക്കാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെയാണ് ഇത്. തൊട്ട് താഴെയൊക്കെ മരങ്ങളും വീടുകളും ഇതെല്ലാം കാണാം നമുക്ക്. പക്ഷെ കുഞ്ഞായിട്ട് മാത്രമായിട്ടേ കാണത്തുള്ളൂ കേട്ടോ. ഓക്കെ ഇപ്പം എന്തായാലും ഇവിടെയാണ് നമ്മൾ വന്നത്. ഇവിടെ ഇവിടുത്തുള്ള ഷോപ്പുകളാണ് ഇതെല്ലാം. ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നേരെ ഞാൻ അടുത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം പോട്ടെ. വന്നിടത്തുള്ള സ്ഥലം തന്നെയാണിത്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഞാനെല്ലാം കാണിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഐക്കായം കണ്ടിട്ട് ഞാൻ ബൈബി പറഞ്ഞു. അപ്പോൾ ഐക്കേൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ നീ ഡോൾഫിൻ ഹൗസിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് ഈ റോഡ് നേരെയാണ് കേട്ടോ പോകേണ്ടത്. കുതിരാസ്. ഓക്കെ ഇനി നമ്മൾ നേരെ ഇവിടുന്ന്
ഗുണ കേവ് ഹായണ വണക്കം വണക്കം. ഓക്കെ, ഇവിടെ നിന്നാണ് പോകേണ്ടത്. ഇതെല്ലാം KL വണ്ടീസാണ് കേട്ടോ, എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരെ ഞാൻ പോകണം. ലിഫ്റ്റ് ഇടാം, ലിഫ്റ്റ്. ഇതെന്താണ് സംഭവം? മറ്റേ ഗോൾഫ് കളിക്ക് പോകുന്നു. ഓക്കെ, സംഭവം ഇത് 1 വേ ആണ് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടാനും വണ്ടി പോകാനതും. ഇപ്പം അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പോയിട്ട് എന്ത് വർത്തമാനം എന്ന് നോക്കാം. ചിലപ്പോൾ അവർ തടഞ്ഞു പോകണ്ടെന്ന് പറയും, ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും. നോക്കട്ടെ ഇങ്ങനെയാണെന്നല്ലോ. ഏയ്, ഇത് ഞാൻ ഇതറിഞ്ഞില്ലല്ലോ ഇങ്ങനെയുള്ളൊരു കാര്യം. എന്തായാലും ചോദിച്ചു നോക്കാം. പട്ടാളക്കാരനാണെന്ന് തോന്നിക്കുന്നു, അറിയില്ല. ഈ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഓ, ഇത് 1 വേ തന്നെ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ, ഇങ്ങനെ പോക മുടിയാത് എന്ന്. ഹായ് സാർ. സാർ, ഇവിടുന്ന് പില്ലർ റോക്ക് പോകാനായിട്ട് പോലാലോ എത്ര കിലോമീറ്റർ ഇരിക്കാം? 1 കിലോമീറ്റർ വരും. 1 കിലോമീറ്റർ. അങ്ങേന്ത് ഗുണ കേവിക്ക് എത്ര കിലോമീറ്റർ? ഗുണ കേവിക്ക് 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ. ഓക്കെ, താങ്ക് യു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടുത്തെ സാറാണ് സാറ്. അവർ ഞാൻ ചോദിച്ചു 1/2 കിലോമീറ്റർ, പിന്നെ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെയാണ് ഗുണ കേവ് ആവും. അപ്പം കുഴപ്പമില്ല, നമുക്ക് നടക്കാം. ഇതാണ് നമ്മുടെ സ്ഥലം CI. പമ്പരം കണക്കിന് കറങ്ങി. വെള്ളമില്ല, ഫുഡില്ല, ഒന്നുമില്ല. കുഴഞ്ഞ് വീഴും എവിടെയെങ്കിലും. നോക്കാം. കുഴഞ്ഞേട്ടോ. കുഴഞ്ഞു ഉപ്പാട് വന്നു. ലിഫ്റ്റും കിട്ടുന്നില്ല, 1 വേ ലിഫ്റ്റില്ല. പ്രശ്നം ആയിടും. വെള്ളമില്ല. രാവിലെ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഒരു ഇഡ്ഡലിയുടെ ഒരെണ്ണം തിന്നേ. ഒരു ഇഡ്ഡലിയാണ് തിന്നത് ഞാൻ. എന്നിട്ടിപ്പോൾ എത്രയോ കിലോമീറ്റേഴ്സ് നടക്കുകയും ചെയ്ത് ലിഫ്റ്റ് മേടിച്ച്. പ്രശ്നമില്ല, കുഴഞ്ഞ അവിടെ വീഴായിരുന്നാൽ മതി. അവിടെ ഇച്ചിരിയെങ്കിലും ഒരു ആരോഗ്യം തന്നാൽ ഞാൻ നടക്കും, മൊത്തം നടക്കും. അത് പ്രശ്നമില്ല. ഞാൻ നടക്കട്ടെ. ഇരുന്നാൽ ശരിയാവത്തില്ല, എൻ്റെ യാത്ര നടക്കത്തില്ല. ഇതൊഴി എല്ലാ വണ്ടികളും ഇങ്ങോട്ടാണ് വരുന്നത്, ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നടന്നല്ലേ പറ്റൂ. കഥ തീർന്നു. പമ്പരം കണക്കിന് കറങ്ങി ഞാൻ. മോനെ, മുഖം ചുമന്നിരിക്കുന്നു. അയ്യോ, ഒരു ലിഫ്റ്റ് പോയി. ഷേ, കിട്ടിയില്ല. സെറ്റ് പൊളിക്ക്. ഫൈനലി നമ്മൾ റീച്ച് പില്ലർ റോക്ക്. ഓക്കെ. അയ്യോ, ഒരുപാട് നടന്നെത്തി കേട്ടോ. ഇവിടെ ഞാൻ നടന്നതെന്നില്ല, എനിക്കറിയത്തില്ല. എൻ്റെ കാലൊക്കെ നടക്കണം വിറയ്ക്കുന്നു. ഞാൻ ഇന്ന് ജുമയ്ക്ക് പള്ളിയിൽ പോയിരുന്നിട്ട് മുട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ എണീറ്റപ്പോഴത്തേക്കും എനിക്ക് മുട്ടിന് 2 ഭയങ്കര വേദന. എനിക്കൊന്ന് ചിരട്ടൊക്കെ തേയ്മാനം സംഭവിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ പോയാൽ. ഓക്കെ, അത് ഇതാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ഒരുപാട് കടകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഇതുള്ളത്. അതുപോലെ തന്നെ എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായിട്ടോ ഒരു സംഭവം. കാര്യം, ഞാനൊരാൾ പുള്ളിയെടുത്ത് ലിഫ്റ്റ് ചോദിച്ചിട്ട് ഞാൻ പുള്ളിയുമായിട്ട് പോകുന്ന സമയത്ത് ഒരു വണ്ടിക്കാർ എന്തോ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് വണ്ടി എടുത്ത് റോഡിലോട്ട് വെച്ചപ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരാളെങ്കിൽ ആ പുള്ളിയെടുത്ത് ദേഷ്യപ്പെട്ടു കേട്ടോ. ആ പുള്ളികളെല്ലാം ഞാൻ പള്ളി വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. എനിക്കൊന്നും അവരോട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് സോറി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആളുകളാണോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഒരു വണ്ടി ഓടിച്ച ആരാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതിൻ്റെ അകത്ത് 6-7 പേരുണ്ടല്ലോ. അവർ യാത്ര പോകാൻ പള്ളിയിൽ വന്നതാണ്. പള്ളിയുടെ ഫ്രണ്ട് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ഓക്കെ,
നമ്മളുള്ളത് ഈ ഭാഗത്താണ്. ഇവിടെ ഒരുപാട് കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓ ഐ ലവ് ഫോറസ്റ്റ്. കയറാൻ പറ്റുമോ? പൈസ കൊടുക്കണം. കുട പോകുന്നുണ്ടോ? അയ്യോ എൻ്റെ മോനെ രക്ഷയില്ലാട്ടോ. ഐ ലവ് ഫോറസ്റ്റ്. കൊടൈക്കനാൽ. അങ്ങനെ നമ്മൾ മലയുടെയും കുന്നിൻ്റെയും മുകളിലെത്തി. ഇവിടെ നടന്നാണ് എത്തിയത് നമ്മൾ. അപ്പോൾ ഇവിടെ ഫുള്ള് കോട ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് ഐ ലവ് കൊടൈക്കനാൽ. ഇതാദ്യം ചെയ്യുന്നത് UAE ആണെന്നാണ് എൻ്റെ ബലമായ സംശയം. ഐ ലവ് ദുബൈ ആണ് ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഇത് ഞാൻ കാശ്മീർ പോയപ്പോഴും ഐ ലവ് കാശ്മീർ എന്നിട്ടുണ്ടായിരുന്നു. ഐ ലവ് കൊട്ടാരക്കരയുണ്ട്, ഐ ലവ് കൊല്ലമുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇപ്പം കേട്ടോ. അത് ഫേമസ്. ഇപ്പം ഐ ലവ് ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റിനോട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പെരുമാറണം. അതായത് കുപ്പി കച്ചറ ഒക്കെ ഇട്ട് നശിപ്പിച്ചിരിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ എല്ലാം വൃത്തിയില്ല കിടക്കുകയാണ്. എഴുതി വെച്ചാൽ മാത്രം പോരെ, നമ്മളത് കാണണം, പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. ഓക്കെ, നമ്മളുള്ള ഭാഗം ഇതാണ്. ഇതൊക്കെ പോച്ചയാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല, പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് പോച്ചയാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ താഴോട്ട് പോവാം. വണ്ടർഫുൾ. ഇപ്പോൾ സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2:51 ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഒരു ആഹാരം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് പോവാണ്. ഓക്കെ, ഇവിടെയൊന്നും പകുതി കടകളും തുറന്നിട്ടില്ല ഈ ഏരിയയിലൊന്നും. എനിക്കാണെങ്കിൽ വിശക്കുന്നതൊക്കെ പുറത്തുതന്നെ. ക്യാരറ്റ് പിടിച്ച് നിന്നാൽ ഇച്ചിരി. ഫ്രഷാണോ? ഇത് ഒറിജിനൽ പൂവാണോ അക്ക? ആ, ഒറിജിനൽ പൂവാണോ കേട്ടോ. ഞാൻ നേരത്തെ വിചാരിച്ചു ഇതാണെന്ന് വിചാരിച്ചു. ക്യാരറ്റ് ഇവിടെ നിന്ന് ക്യാരറ്റൊക്കെ കിട്ടും കേട്ടോ. ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കട. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മറ്റേ ചെടിയുടെ മേളിലൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ടാക്സികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലവും ഒരുപാട് കണ്ണാടീസ്. ഇതൊക്കെ എന്താ സാധനം? മുട്ടായിക്കട. നമുക്കിനി ഷോപ്പിങ്ങിൻ്റെ അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടിട്ട് നേരെ പോവാം.